നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അടുത്ത സീസണിലെ സിനദിൻ സിദാൻ കോച്ചായിട്ട് മടങ്ങിയെത്തുന്നു. യെസ്, കോച്ചിങ് ജോബിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ്. അത് പക്ഷേ ക്ലബ് ഫുട്ബോളിലേക്കല്ല, ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാനാണ്. യെസ്, ഫ്രാൻസിൻ്റെ കോച്ചായി 2026 വേൾഡ് കപ്പ് കഴിഞ്ഞയുടൻ സിനദിൻ സിദാൻ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് ഓൾറെഡി വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ്. നമുക്കറിയാം, തിരിയ ദശാമാണിപ്പോൾ ഫ്രാൻസിൻ്റെ കോച്ച്. വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം പടിയിറങ്ങുകയാണ് എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ആര് ഫ്രാൻസിൻ്റെ കോച്ചാവും? ഇതുവരെയുള്ള റൂമറുകളിൽ തലപ്പത്തുണ്ടായിരുന്നത് സിനദിൻ സിദാൻ തന്നെയാണ്. റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മറ്റെവിടെയും കോച്ചായിട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനമാണ് എന്നുള്ളത് നേരത്തെ തന്നെ പരസ്യമായ രഹസ്യമാണ്. അത് സംഭവിക്കാൻ പോകുന്നു. ഓൾറെഡി ഇപ്പോൾ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സിനദിൻ സിദാൻ വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഫബ്രിസിയോ പറയുന്നത്. അപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ USA-യിലും കാനഡയിലും മെക്സിക്കോയിലുമായിട്ട് നടക്കുന്ന വേൾഡ് കപ്പോടുകൂടി ദിദിയ ദശാം പടിയിറങ്ങുകയാണ്. അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അദ്ദേഹം പടിയിറങ്ങുന്നു. ആ പടിയിറക്കത്തിന് ശേഷം ദശാവിനോടൊപ്പം 1998 വേൾഡ് കപ്പിൽ കിരീടം ചൂടിയതിൽ നിർണായക പങ്ക് വഹിച്ച സിനദിൻ സിദാൻ വീണ്ടും അവരുടെ കോച്ചായിട്ട് വരുന്നു. വീണ്ടും അവരുടെ കോച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ കോച്ചായിട്ട് ഫ്രാൻസ് ടീമിനെ പരിശീലിപ്പിച്ചിട്ടില്ല, മറ്റ് ക്ലബിനെയാണ്, റയലിനെയാണ് പരിശീലിപ്പിച്ചത്. ഇനി അദ്ദേഹം വീണ്ടും കോച്ചായിട്ട് വരുന്നത് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട്. കാത്തിരിക്കാം ഫ്രാൻസിലെ സിദാൻ എറക്ക് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.